എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം അതിലെ 19ാമത്തെ ചാപ്റ്റർ ശബ്ദം എന്ന യൂണിറ്റിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്കൊന്ന് നോക്കാം. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപത്തിനെ നമ്മൾ ശബ്ദം എന്ന് പറയും. ശബ്ദം ഉണ്ടാകുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ്. ശബ്ദം ഉണ്ടാകുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലം. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ശബ്ദസ്രോതസ്സുകൾ എന്നാണ്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ശബ്ദ സ്രോതസ്സുകൾ എന്നാണ്. ഓടക്കുഴലിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗത്തെ നമ്മൾ വായുയൂപം എന്നാണ് പറയാം. ഓടക്കുഴലിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന ഭാഗം യൂപം എന്നാണ് പറയാം. സ്വനപേടകത്തിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം സ്വനതന്തുവാണ്. പേടകത്തിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം സ്വനതന്തു. ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ആവൃത്തി എന്നാണ്. ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ആവൃത്തി എന്നാണ്. ആവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം എന്നാണ്. ആവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ഹെർട്സിനെ സൂചിപ്പിക്കുന്നത് Hz. ആവൃത്തി കൂടുമ്പോൾ ശബ്ദവ്യത്യാസം ഉണ്ടാകുന്നു. ആവൃത്തി കൂടുമ്പോൾ സംഭവിക്കുന്ന പ്രധാന മാറ്റം ശബ്ദവ്യത്യാസം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തി അറിയപ്പെടുന്നത് സ്വാഭാവിക ആവൃത്തി എന്നാണ്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തി അറിയപ്പെടുന്നത് സ്വാഭാവിക ആവൃത്തി എന്നാണ്. സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകം പദാർത്ഥത്തിന്റെ സ്വഭാവമാണ്. സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പദാർത്ഥത്തിന്റെ സ്വഭാവം. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത സ്ഥായിയാണ്. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത സ്ഥായി. സ്ഥായി ശബ്ദത്തിന്റെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആവൃത്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്ഥായി ശബ്ദത്തിന്റെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആവൃത്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കൊതുകുകളുടെയും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് ചിറകുകൾ കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ്. കൊതുകുകളുടെയും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ്. കൊതുകുകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നതിന്റെ ആവൃത്തി 500 ഹെർട്സ്. കൊതുകുകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നതിന്റെ ആവൃത്തി എത്രയാണെന്ന് ചോദിച്ചാൽ 500 ഹെർട്സ് ആണ്. തേനീച്ചയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 300 ഹെർട്സ് ആണ്. ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസി ശബ്ദമുണ്ടാക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ചീവീടാണ്. ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിലുരസി ശബ്ദമുണ്ടാക്കുന്ന ജീവി ചീവീടാണ്. സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വരയ്ക്ക് ആ പേര് വന്നത് ഏത് ജീവിയുടെ അഭാവം കൊണ്ടാണെന്ന് ചോദിച്ചാൽ ചീവീടിന്റെ അഭാവം കൊണ്ടാണ്. സൈലന്റ് വാലിക്ക് ആ പേര് വന്നത് ഏത് ജീവിയുടെ അഭാവം കൊണ്ടാണെന്ന് ചോദിച്ചാൽ ചീവീടിന്റെ അഭാവം കൊണ്ടാണ് സൈലന്റ് വാലിക്ക് ആ പേര് വന്നത്. പുരുഷ ശബ്ദം, സ്ത്രീ ശബ്ദം ഇവയിൽ സ്ഥായി കൂടുതൽ സ്ത്രീ ശബ്ദത്തിനാണ്.
പുരുഷ ശബ്ദം, സ്ത്രീ ശബ്ദം. ഇവയിൽ സ്ഥായി കൂടുതൽ ഏത് ചോദ്യത്തിനാന്ന് ചോദിച്ചാൽ, ഏത് ശബ്ദത്തിനാന്ന് ചോദിച്ചാൽ സ്ത്രീ ശബ്ദത്തിനാണ്. കുയിൽ ശബ്ദം, സിംഹത്തിന്റെ അലറൽ. ഇവയിൽ സ്ഥായി കൂടുതൽ കുയിലിന്റെ ശബ്ദത്തിനാണ്. കുയിൽ ശബ്ദം, സിംഹത്തിന്റെ അലറൽ. ഇവയിൽ സ്ഥായി കൂടുതൽ കുയിൽ ശബ്ദത്തിനാണ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ് അറിയപ്പെടുന്നത് ഉച്ചത എന്നാണ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ് അറിയപ്പെടുന്നത് ഉച്ചത എന്നാണ്. ഉച്ചതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ഉച്ചത അളക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ. ഉച്ചത അളക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ. കമ്പന ആയതിയുടെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നത് ഉച്ചതയാണ്. കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നത് ഉച്ചത. പ്രായപൂർത്തിയാകുമ്പോൾ പുരുഷന്മാരുടെ സ്വനതന്തുവിന് എന്ത് സംഭവിക്കുന്നു? നീളം കൂടുന്നു. പ്രായപൂർത്തിയാവുമ്പോൾ പുരുഷ സ്വനതന്തുവിന് എന്ത് സംഭവിക്കുന്നു? അതിന്റെ നീളം കൂടുന്നു. സ്വനതന്തുവിന്റെ നീളം കൂടുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തി കുറയുന്നു. സ്വനതന്തുവിന്റെ നീളം കൂടുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തി കുറയുന്നു. പ്രായപൂർത്തിയാകുമ്പോൾ സ്ത്രീകളുടെ സ്വനതന്തുവിന് എന്ത് സംഭവിക്കും? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പ്രായപൂർത്തിയാവുമ്പോൾ സ്ത്രീകളുടെ സ്വനതന്തുവിന് എന്ത് സംഭവിക്കും? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ എന്തു പറയുന്നു? സംഗീതം എന്നാണ് പറയുക. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ എന്തു പറയുന്നു? സംഗീതം എന്ന് പറയുന്നു. അരോചകതയും ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായ ശബ്ദത്തെ എന്തു പറയുന്നു? ഒച്ച എന്നാണ് പറയുക. അരോചകതയും ക്രമരഹിതമായ കമ്പനം കൊണ്ടുണ്ടാകുന്നതുമായ ശബ്ദത്തെ എന്തു പറയുന്നു? ഒച്ച എന്ന് പറയുന്നു. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ജനിച്ചത് 1847 മാർച്ച് 3-നാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ജനിച്ചത് 1847 മാർച്ച് 3. അലക്സാണ്ടർ ഗ്രഹാം ബെൽ മരിച്ചത് 1922 ഓഗസ്റ്റ് 2-നാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ മരിച്ചത് 1922 ഓഗസ്റ്റ് 2. ഉച്ചതയുടെ യൂണിറ്റ് ബെൽ എന്ന പേര് നൽകിയത് ആരുടെ ബഹുമാനാർത്ഥമാണ് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനോടുള്ള ബഹുമാന സൂചകത്തിലാണ്. ഉച്ചതയുടെ യൂണിറ്റ് ബെൽ എന്ന പേര് നൽകിയത് ആരുടെ ബഹുമാനാർത്ഥമാണ് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബഹുമാനാർത്ഥമാണ്. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് ഡെസിബൽ. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് ഡെസിബൽ. ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. എപ്പോഴാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ സുഹൃത്തും അസിസ്റ്റന്റുമായ വാട്സണുമായി കാംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1876 ഒക്ടോബർ 9-നാണ്. എപ്പോഴാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ സുഹൃത്തും അസിസ്റ്റന്റുമായിട്ടുള്ള വാട്സണുമായി കാംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1876 ഒക്ടോബർ 9-നാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഡെസിബലിനെ സൂചിപ്പിക്കുന്നത് dB എന്നാണ്. ഡെസിബലിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ ഡിയും
ക്യാപിറ്റൽ ലെറ്റർ ബിയും ചേർന്നിട്ടാണ്. ചെവിക്കുടയിലെത്തുന്ന ശബ്ദതരംഗങ്ങൾ ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? കർണനാളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചെവിക്കൂടയിലെത്തുന്ന ശബ്ദതരംഗങ്ങൾ ഏതിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർണനാളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചെവിക്കുടയിലെത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കർണപഥത്തിലെത്തുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുകയാണ് ചെയ്യുക. വേദനയുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിൽ കൂടുതലാണ്. വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിൽ കൂടുതലാണ്. ഒച്ചിന്റെ ആകൃതിയിലുള്ള ആന്തര കർണത്തിലെ ഭാഗമാണ് കോക്ലിയ. ഒച്ചിന്റെ ആകൃതിയിലുള്ള ആന്തരകർണത്തിലെ ഭാഗം കോക്ലിയ. കോക്ലിയയുടെ നീളം 3 സെന്റിമീറ്റർ. കോക്ലിയയുടെ നീളം 3 സെന്റിമീറ്റർ ആണ്. കോക്ലിയയുടെ നീളം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കോക്ലിയയുടെ ഉള്ളിലുള്ള ദ്രാവകം എൻഡോലിംഫ്. കോക്ലിയയുടെ ഉള്ളറകളിലുള്ള ദ്രാവകം ഏതാണ് എന്ന് ചോദിച്ചാൽ എൻഡോലിംഫാണ്. എൻഡോലിംഫിന്റെ കമ്പനം കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഉത്തേജിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്നതാണ് ആവേഗങ്ങൾ എന്ന് പറയുന്നത്. എൻഡോലിംഫിന്റെ കമ്പനം കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഉത്തേജിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്നതാണ് ആവേഗങ്ങൾ. ആവേഗങ്ങൾ തലച്ചോറിലെത്തുന്നത് ശ്രവണനാഡി വഴിയാണ്. ആവേഗങ്ങൾ തലച്ചോറിലെത്തുന്നത് ശ്രവണനാഡി വഴി. ആവേഗങ്ങൾ ശ്രവണനാഡി വഴി തലച്ചോറിലെത്തുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് ശബ്ദം. ആവേഗങ്ങൾ ശ്രവണനാഡി വഴി തലച്ചോറിലെത്തുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് ശബ്ദം. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 30,000 ഹെർട്സ് ആണ്. ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണെന്ന് ചോദിച്ചാൽ 30,000 ഹെർട്സ്. കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. ശ്രവണ സഹായിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ എന്നിവ. ശ്രവണ സഹായിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ എന്നിവ. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിന് താഴെയുള്ള ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ്. 20 ഹെർട്സിൽ താഴെയുള്ള ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ്. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് മൈക്രോഫോൺ. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് മൈക്രോഫോൺ. വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് ആംപ്ലിഫയർ. വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് ആംപ്ലിഫയർ. ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി കർണപടത്തിലെത്തിക്കുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് ലൗഡ് സ്പീക്കർ. ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി കർണപടത്തിലെത്തിക്കുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് ലൗഡ് സ്പീക്കർ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും കഴിയുന്ന ഒരു ജീവിയാണ് വവ്വാല്.
അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും കഴിയുന്ന ഒരു ജീവിയാണ് വവ്വാല്. കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? നമ്മുടെ സോണാർ എന്ന് പറയുന്നത്. സോണാറിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് അടുത്തതായിട്ടുള്ളത്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് സോണാറിന്റെ പൂർണ്ണ രൂപം. സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗമാണ്. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക്. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക്. ഭൂകമ്പമുണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന തരംഗമാണ് ഇൻഫ്രാസോണിക്. ഭൂകമ്പമുണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന തരംഗമാണ് ഇൻഫ്രാസോണിക് എന്നുള്ളത് ഓർത്തിരിക്കുക. ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. ഒന്ന് വായിച്ചു പോയാൽ മതി. വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ നമുക്ക് ഉപയോഗിക്കാം. വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം. ശബ്ദമലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിക്കാം. മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാൻ കഴിയും. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദമുണ്ടാകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ഉപയോഗിക്കുന്ന ലൗഡ് സ്പീക്കറാണ് ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർക്ക് പകരം ഉപയോഗിക്കുന്ന ലൗഡ് സ്പീക്കറാണ് ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കർ. ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്തെ ശബ്ദപരിധി 50 ഡെസിബലാണ്. ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്തെ ശബ്ദപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ 50 ഡെസിബലാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 66ഓളം ചോദ്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും PSCയിൽ നിന്ന് നിരന്തരം ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ പഠിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗം. അപ്പൊ അതിനനുസരിച്ച് ഈ ഒരു ഓരോ തവണ വീഡിയോകൾ ചെയ്യുമ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.